ഞാൻ നിന്റെ കഷ്ടപ്പാട് കണ്ടിട്ടാ ഇതിനൊക്കെ കൂട്ടു വെക്കുന്നത്, അല്ലാതെ കാശിന് വേണ്ടി മാത്രമൊന്നുമല്ല. പിന്നെ അതെനിക്കറിയാം. അതെ, ജോലിയുടെ കാര്യം ഇവിടെ ഓക്കെ ആണല്ലോ അല്ലേ? അതെല്ലാം ഞാൻ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. നിനക്ക് മലയാളം അല്ലാതെ വേറെ ഭാഷയൊന്നും അറിയില്ലല്ലോ. മലയാളം തന്നെ ഇടയ്ക്ക് തെറ്റി പോണു, പിന്നെയാണ് വേറെ ഭാഷ. ഇവിടുത്തെ ഭാഷ സ്പാനിഷാ. സ്പാനിഷാണോ? എന്താ അറിയോ? ഇങ്ങനെ ഒരു ഭാഷയുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നത്. ഒരു ഭാഷയെ അറിയാത്തോണ്ട് ഇവിടെ എന്ത് ഭാഷയായാലും എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ പറയുന്ന അവർക്ക് മനസ്സിലാവില്ല, അവര് പറയണ എനിക്ക് മനസ്സിലാവില്ല. പിന്നെ എന്താ പ്രശ്നം? ഈ 3 കടലാസ് കഷ്ണങ്ങള് പാസ്പോർട്ട് പോലെ നീ സൂക്ഷിക്കണം. നിനക്ക് പോകാനുള്ള സ്ഥലം സ്പാനിഷ് ഭാഷയിൽ എഴുതിയതാണ് ആദ്യത്തെ കടലാസ്. അതിൽ ഞാൻ ഒന്നേന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു ടാക്സിക്കാരനെ കാണിച്ചാൽ അയാൾ നിന്നെ അവിടെ കൊണ്ടിറക്കും. അയാൾക്ക് നീ ഇതിൽ നിന്ന് 5 യൂറോ കൊടുക്കണം. രണ്ടാമത്തെ ഈ കടലാസ് നിനക്ക് കാണാനുള്ള സായിപ്പിന്റെ അഡ്രസ്സാ. അതാരെ കാണിച്ചാലും സായിപ്പിന്റെ വീട് നിനക്ക് കാണിച്ചു തരും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടൻ ഈ കത്ത് സായിപ്പിന് കൊടുക്കണം. സായിപ്പ് ഉടനെ നിന്റെ ജോലി ശരിയാക്കി തരും. ദേവിയേട്ടാ ഒന്നും ഇങ്ങോട്ട് വന്നേ. അപ്പുറത്ത് ഞാൻ വരാം.